സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഒമാന് മുന്നേറ്റം. ഓൺലൈൻ തട്ടിപ്പുകാർ സജീവം. മുന്നറിയിപ്പുമായി ഒമാൻ സെൻട്രൽ ബാങ്ക്. ഒമാനിലെ സൂറിൽ ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെട്ടു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ദ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ച 2026 സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ മുന്നേറ്റം കൈവരിച്ച് ഒമാൻ. കഴിഞ്ഞ വർഷം 58-ാം സ്ഥാനത്തായിരുന്ന ഒമാൻ ഇത്തവണ 39-ാം സ്ഥാനത്തെത്തി. ലോകത്തെ 176 രാജ്യങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യ നില വിലയിരുത്തിയാണ് സൂചിക തയ്യാറാക്കിയിരിക്കുന്നത്. നിയമത്തിന്റെ ആധിപത്യം, സർക്കാരിന്റെ വലുപ്പം, നിയന്ത്രണ കാര്യക്ഷമത, തുറന്ന വിപണികൾ എന്നിങ്ങനെ 4 പ്രധാന വിഭാഗങ്ങളിലായി 12 സൂചികകളുടെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തൽ. സ്വത്തവകാശം, ഭരണ സുതാര്യത, നീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമത, സർക്കാർ ചെലവ്, നികുതി ഭാരം, ധനകാര്യ ആരോഗ്യസ്ഥിതി എന്നിവയ്ക്കൊപ്പം വ്യാപാര സ്വാതന്ത്ര്യം, തൊഴിൽ സ്വാതന്ത്ര്യം, നിക്ഷേപ സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം തുടങ്ങിയ ഘടകങ്ങളും സൂചികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക സ്വാതന്ത്ര്യം ഉയർന്ന രാജ്യങ്ങളിൽ സാമൂഹികവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ കൂടുതലാണെന്ന് റിപ്പോർട്ട് പറയുന്നു. ഉയർന്ന വരുമാനം, മനുഷ്യ വികസനം, ജനാധിപത്യ ഭരണകൂടം, ദാരിദ്ര്യ നിർമ്മാർജ്ജന ശ്രമങ്ങൾ എന്നിവയിൽ മികച്ച പുരോഗതി സാധാരണയായി ഇത്തരം രാജ്യങ്ങളിൽ കാണപ്പെടുന്നുവെന്നാണ് വിലയിരുത്തൽ. വരാനിരിക്കുന്ന ഈദ് ഉൽ ഫിത്തർ ആഘോഷത്തിന് മുന്നോടിയായി ബാങ്ക് ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നതായി ഒമാൻ സെൻട്രൽ ബാങ്ക് മുന്നറിയിപ്പ് നൽകി. ഒരിക്കലും OTP മറ്റൊരാളുമായി പങ്കിടരുതെന്ന് ബാങ്ക് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മെസ്സേജുകൾ എന്ന് തോന്നിപ്പിക്കുന്ന സന്ദേശങ്ങളോ ഫോൺ കോളുകളോ വഴിയാണ് തട്ടിപ്പുകാർ ഉപഭോക്താക്കളെ സമീപിക്കുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 500 ഒമാനി റിയാൽ പിൻവലിക്കപ്പെട്ടു എന്നതുപോലുള്ള ഭീതി ഉണർത്തുന്ന സന്ദേശങ്ങൾ അയച്ച് ഉപഭോക്താക്കളെ വേഗത്തിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് തട്ടിപ്പിന്റെ രീതി. ഇത്തരം തട്ടിപ്പുകളിൽ വ്യാജ ലിങ്കുകൾ, സോഷ്യൽ മീഡിയ ഓഫറുകൾ, ഫോൺ കോളുകൾ എന്നിവ ഉപയോഗിച്ച് ഉപഭോക്താക്കളിൽ നിന്ന് OTP കോഡ് നേടാൻ ശ്രമിക്കാറുണ്ട്. ബാങ്കിംഗ് ഇടപാടുകൾ സ്ഥിരീകരിക്കാൻ ഉപയോഗിക്കുന്ന ഈ കോഡ് ലഭിച്ചാൽ തട്ടിപ്പുകാർക്ക് അക്കൗണ്ടിലേക്ക് കടക്കാനുള്ള പ്രവേശനം സാധ്യമാകുന്നുവെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ഫൈബർ ഓപ്റ്റിക് കേബിൾ മുറിഞ്ഞതിനെ തുടർന്ന് സൂർ പ്രദേശത്തെ ചില ഭാഗങ്ങളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് തടസ്സം നേരിട്ടതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. തെക്കൻ ഷർഗിയ ഗവർണറേറ്റിലെ സൂർ വിലായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷനുകൾ അബദ്ധത്തിൽ മുറിഞ്ഞതാണ് പ്രശ്നത്തിന് പ്രധാന കാരണമെന്ന് ROP അറിയിച്ചു. ഇതിനെ തുടർന്ന് ഇന്റർനെറ്റ് നെറ്റ്വർക്കുകളിൽ തടസ്സമുണ്ടായി. ഇതോടെ തെക്കൻ ഷർഗിയ പോലീസ് കമാൻഡിന്റെ കീഴിലുള്ള ചില പോലീസ് സേവനങ്ങളും താൽക്കാലികമായി തടസ്സപ്പെട്ടതായി അധികൃതർ വ്യക്തമാക്കി. സാങ്കേതിക സംഘങ്ങൾ തകരാർ പരിഹരിച്ച് സേവനങ്ങൾ പുനഃസ്ഥാപിക്കാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. ദാഖലിയ ഗവർണറേറ്റിലെ ബഹ്ലയിൽ ട്രക്കിന് തീ പിടിച്ചു. വിവരമറിഞ്ഞ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി സ്ഥലത്തെത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.